കോയലിന്റെയും വീരിന്റെയും കല്യാണം ഉറപ്പിക്കാൻ കൂടിയതായിരുന്നു ഇവർ. ഇതുവരെ കാണാത്ത രണ്ട് കുടുംബങ്ങൾ. ജോത്സ്യന്റെ നിർബന്ധപ്രകാരം 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഇവരുടെ കല്യാണം നിശ്ചയിക്കുന്നു. കോയൽ പട്ടാളച്ചിട്ടയിൽ വളർന്നതാണ് എന്നും രാത്രി 7 മണിക്കുള്ളിൽ വീട്ടിൽ വരുമെന്നും അവളുടെ അച്ഛൻ പറയുന്നു. മൃഗഡോക്ടറായ വീർ ഇതൊക്കെ കേട്ട് ഹാപ്പിയായി. അങ്ങനെ ഇവരുടെ കല്യാണം കഴിയുന്നു. അന്ന് രാത്രി രണ്ടുപേർ റൂമിൽ വന്ന് ഇവരെ ആക്രമിക്കുന്നു. വീർ ഒരു പേടിത്തൂറിയായിരുന്നു. എന്നാൽ കോയൽ അവളുടെ ധൈര്യം കൊണ്ട് പിടിച്ചു നിന്നു. അവനിൽ കുറെ ഫോബിയാസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട അവർ കാറിൽ കയറുന്നു. വീർ വളരെ പതുക്കെ ഓടിച്ച ആ കാർ കോയലെടുത്ത് പറപ്പിക്കുന്നു. ആ സമയമായിരുന്നു അവൾ റേസിംഗിന് പോവാറുണ്ടായിരുന്നു എന്ന് അവൻ അറിഞ്ഞത്. ലാസ്റ്റ് അവർ ഇവരെ പിടിച്ച് ഡിക്കിയിലിടുന്നു. ആ സമയം CID ആണെന്ന് പറഞ്ഞ് ഒരാൾ ഇവരെ വിളിക്കുന്നു. ഇവരെ പിടിക്കാനുള്ള കാരണം പറയുന്നു. കുറച്ചു ദിവസം മുൻപ് പോലീസുകാർക്ക് ബ്ലാക്ക് മണി കടത്തുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരു ന്യൂസ് കിട്ടുന്നു. അതിനുവേണ്ടി പോലീസുകാർ കള്ളന്റെ വേഷത്തിൽ പോയി അത് മോഷ്ടിക്കുന്നു. അടുത്ത ദിവസം സംഭവം നടന്ന സ്ഥലത്തെ ഷോപ്പിന്റെ ക്യാമറയിൽ ഇത് ചെയ്തവരെ കാണുന്നു. അവരെ പിടിക്കാൻ ഇത് ചെയ്ത പോലീസുകാരുടെ അടുക്കൽ തന്നെയായിരുന്നു പെൻഡ്രൈവുമായി അവൻ പോയത്. ആ പോലീസുകാർ തന്നെയാണ് കള്ളന്മാരെന്ന് മനസ്സിലാക്കി അവൻ അവിടെ നിന്നും രക്ഷപ്പെടുന്ന വഴിക്ക് വെച്ച് വീരിനെ കണ്ടപ്പോൾ അവൻ അറിയാതെ അവന്റെ സഞ്ചിയിൽ ആ പെൻഡ്രൈവ് ഇടുന്നു. ഈ പെൻഡ്രൈവിനെ തേടിയായിരുന്നു അവർ ഇവരെ പിടിച്ചുകൊണ്ടുപോയത്. പക്ഷേ ഭാഗ്യം കൊണ്ട് അവർ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ശേഷം ആ ബാഗും തപ്പി ഇറങ്ങുന്നു. അതിൽ വീർ കോയലിന് വേണ്ടി വാങ്ങിയ ചില സർപ്രൈസ് ഗിഫ്റ്റുകളായിരുന്നു. ഗിഫ്റ്റ് കിട്ടിയ രാത്രി അവൾ മദ്യപിച്ചിരുന്നു. അതിനാൽ അത് എവിടെയാണ് വെച്ചതെന്ന് അവൾക്ക് ഓർമ്മയില്ലായിരുന്നു. കോയൽ മദ്യപിക്കുമെന്ന് അറിഞ്ഞപ്പോൾ വീർ വീണ്ടും ഞെട്ടി. അത് എവിടെയാണ് വെച്ചതെന്നറിയാൻ തന്റെ അനിയത്തിയെ കാണാൻ പബ്ബിൽ പോകുന്നു. അവൾ പറഞ്ഞതനുസരിച്ച് കോയലിന്റെ ആദ്യ ലവറിന്റെ വീട്ടിൽ പോയി ചെക്ക് ചെയ്തെങ്കിലും അവിടെ ഇല്ലായിരുന്നു. പിന്നീട് അവളുടെ കൂട്ടുകാരുടെ വീട്ടിൽ പോയെങ്കിലും ആ സഞ്ചിയിലും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്നും ഇറങ്ങുമ്പോഴായിരുന്നു കോയലിനെ ആരൊക്കെയോ ചേർന്ന് തട്ടിക്കൊണ്ടുപോയത്. നേരത്തെ ഇവരെ പിടികൂടാൻ വന്നവർ വീണ്ടും എത്തുന്നു. ആ സമയമായിരുന്നു അവർ യഥാർത്ഥ CID കളാണെന്ന് മനസ്സിലായത്. നേരത്തെ CID ആണെന്ന് പറഞ്ഞവൻ കള്ളൻ പോലീസായിരുന്നു. അങ്ങനെ ഇവർ ഒന്നിച്ച് പെൻഡ്രൈവ് അന്വേഷിച്ചിറങ്ങുന്നു. അപ്പോഴായിരുന്നു അവരുടെ പെറ്റ് ഇത് വിഴുങ്ങിയെന്ന് മനസ്സിലായത്. അതിനുവേണ്ടി സ്കാൻ ചെയ്തപ്പോൾ അത് വയറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. അത് വയറ്റിലുള്ളത് കൊണ്ട് 2 ദിവസമായി പട്ടി അപ്പിയിട്ടിട്ട്. ഈ കാരണം കൊണ്ടാണ് വീരിന് അത് പട്ടിയുടെ വയറ്റിലുണ്ടെന്ന് മനസ്സിലായത്. കോയലിനെ രക്ഷിക്കാൻ അവൻ ആ പട്ടിയെയും കൊണ്ട് അവിടെ പോകുന്നു. അവർ ഇവനെ ആക്രമിച്ചെങ്കിലും അവസാനം CID കൾ വന്ന് ഇവരെ രക്ഷിക്കുന്നു. ശേഷം എല്ലാ പോലീസുകാരെയും അറസ്റ്റ് ചെയ്യുന്നു. അവസാനം പട്ടി അപ്പിയിട്ടപ്പോൾ പെൻഡ്രൈവ് പുറത്തു വരുന്നു.